ഹിമാചൽ പ്രദേശിലെ ഓരോ വില്ലേജസും ഡിഫറെന്റ് ആണ്. ഞങ്ങൾ ആദ്യം ഗ്രഹണിൽ നിന്ന് ഇപ്പൊ കൽഗയിലാണ്. കൽഗ നോക്ക്, മറ്റോടത്താണെങ്കിൽ ഫുൾ മഞ്ഞപ്പൂക്കളും ചുറ്റുമലകളായിരുന്നു. ഇവിടെ ഫുൾ ആപ്പിൾ തോട്ടവും ചുറ്റുമലകളും. ഉണങ്ങിയല്ല, ഉണ്ടായിട്ടില്ല, പൂത്ത് തീർന്നു. സ്റ്റേ ഹൈദീന്റെ വീട്ടിലിരുന്നു. കുഴപ്പമില്ല, നല്ല സ്റ്റേ. ഗെറ്റ് റെഡി വിത്ത് സോന ബോബി. നമ്മളിപ്പോൾ ഉള്ളത് കൽഗയിലാണ്. നമ്മൾ കൽഗയിൽ നിന്ന് പുൽഗെ പോവാണ്. തുൽഗയിൽ നിന്ന് പുൽഗെ പോവാണ്. ഓക്കെ, ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഓക്കെ, കാണാം. എന്താ ഫന പറയാനുള്ളത്? ഇജ്ജ് പറയടോ. തണുത്തിട്ട് എനിക്ക് അനങ്ങാൻ പറ്റണില്ല. എന്താ സോന പട്ടി പഠിപ്പിക്കുന്നത്? പട്ടിയെ പറ്റിക്കുന്നത്. എന്താണ് ശ്രവ്യ മാഡം നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ലതായിരുന്നു. കൽഗയെ പറ്റി എന്താണ് പറയാനുള്ളത്? ചെയ്തിയുടെ വീട് പിന്നെ സീന് കൊള്ളാം. നല്ല ചുറ്റും മലനിരകൾ കൊള്ളാം, നല്ലായിരുന്നു. ഇതാണ് ഗൈസ് കൽഗയുടെ ഉള്ളേരിയ. നല്ല പീസ്ഫുൾ ആണ്, ശാന്തിയാണ്, സമാധാനമാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള കഫേസ് കാണിച്ചിട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഇന്നലെ വൈകുന്നേരം അവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ല മഴ കിട്ടി. അപ്പം നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ എടുക്കുന്ന വീഡിയോ. ദിസ് ഈസ് അമേസിങ്. പിന്നെ എങ്ങനെയുണ്ട് നമ്മളെ കൽഗ വില്ലേജ്? സച്ച് എ പീസ്ഫുൾ വില്ലേജ്. പിന്നെ എന്താ, എല്ലാ വില്ലേജും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ കുറച്ചും കൂടെ അടുത്ത് മഞ്ഞുമലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതെ ഗൈസ്, ബാക്കിയുള്ള വില്ലേജസ് ഒന്നും ഇത്ര അടുത്ത് കണ്ട് കാണാൻ പറ്റണില്ല. പിന്നെ അവിടെ നോക്ക്, വേറൊരു വില്ലേജ് കീമണാസ്പി ഒക്കെ പോലെ അല്ലേ അങ്ങനത്തെ. ഓക്കെ, അപ്പോ അടുത്തത് നമ്മള് പുൽഗെ പോവാണ്. അതെ, കഴിഞ്ഞിട്ട് പുൽഗെ പോകും. തിരിച്ച് കൽഗി വന്നിട്ട് വണ്ടി കയറിയിട്ട് കസോള് പോകും. അപ്പോ ഓക്കെ, കാണാം. നമ്മൾ കൽഗയിൽ നിന്ന് പുൽഗെ പോകുന്ന വഴി കാണിച്ചു കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്നത് കൽഗയില്. താഴെ എത്തിയിട്ട് നമ്മൾ അങ്ങനെ കയറിയിട്ട് അവിടെ എത്തുമ്പോ തുൽഗയിലെത്തി. തുൽഗ ആൻഡ് അതിന്റെ അപ്പുറത്താണ് പുൽഗ. ഓക്കെ, അപ്പൊ നമ്മൾ ട്രക്ക് ചെയ്യാൻ പോവാണ്. യെസ്, ബൈ. അതേതാ. അപ്പൊ നമ്മൾ തുൽഗയിൽ പോവുകയാണ്. കൽഗയിൽ നിന്ന് വീട് പറഞ്ഞു തുൽഗയിൽ പോവാണ്. ഓക്കെ, തുൽഗയിലുള്ള പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ കൽഗയിൽ നിന്ന് തുൽഗെ പോകുന്ന ബ്രിഡ്ജ്. കാണിച്ചു തരാടോ. ഇതാ, ഈ ബ്രിഡ്ജ് വഴി തുൽഗെ പോകണം. മുകളിൽ കാണുന്ന വില്ലേജാണ് തുൽഗ. അപ്പോൾ തുൽഗെ പോകുന്നു ഗൈസ്. മണാലി വന്ന സ്നോ മാത്രം കണ്ടാ പോരാ, ഇതുപോലത്തെ വില്ലേജസിലൊക്കെ താമസിച്ചിട്ടൊക്കെ പോയാൽ മതി. എന്താണ് സോനായി പറയാനുള്ളത്? എന്ത് പറയാൻ, ഈ വഴിക്കൊരു അന്ത്യമില്ല. ഞാൻ ഇവിടെ സ്കൂളിൽ പോയി നോക്ക്. ഡാം. ഇതാണ് നമ്മുടെ പേരൻസ് പറഞ്ഞ 3-4 കിലോമീറ്റർ യാത്ര ചെയ്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ. ഇതാണ് നമ്മുടെ പാരന്റ്സ് ഒക്കെ പറയുന്ന ജീവിതം. കാടൊക്കെ കേറി നടന്ന് സ്കൂളിൽ പോകുന്ന അറിയില്ലേ, വെറുതെയാണ്. ഇവിടെ ഉള്ളവരാണ് അങ്ങനൊക്കെ പോണത്. ഇവരൊന്ന് മഴ ചെയ്താ പോലും സ്കൂളിൽ പോകാത്ത ടീംസാ. 5 ഫീറ്റ് മഞ്ഞുണ്ടെങ്കിൽ പോലും. അതെ, നമ്മളൊന്നും പോലില്ലട്ടാ. നമ്മൾ തുൽഗ ബ്രിഡ്ജിമ കൂടെ പോയ വെള്ളച്ചാട്ടം.
സഞ്ജ ഐഡിയ ആണോ? എന്തായാലും ഇട്ടറാ ഞാനത്. കാണിക്കല്ലടാ എന്താടാ ഓണാണ് Guys, this is a bridge for Pulga. Okay. നമ്മൾ ഇനി ഒരു മല കയറിയിട്ട് തുലിക്കയിലെത്തും. ഓക്കെ. അപ്പൊ നമ്മൾ തുൽഗയിലെത്തിയിരിക്കുന്നു ഗൈസ്. കുറച്ചായിട്ട് പോണോ? ഹായ്, നമസ്തേ. ഹായ്. സന്തോഷമായി വന്നതായിരുന്നു. അപ്പൊ ഗൈസ് നമ്മൾ തുൽഗയിലെത്തി ഗൈസ്. ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചേട്ടാ. ഇതാണ് തുൽഗ വില്ലേജ്. അടിപൊളി. അവിടെ ചെക്കന്മാർ ക്രിക്കറ്റ് അടിക്കുന്നുണ്ട്. 6 അടിക്കും. ഏതാ കളി? ഹൈ ദീദി, നമസ്തേ. നമസ്തേ. കഴുതല്ലേ? കഴുതന്റെ മേത്ത് മറ്റേ ഇതുണ്ടാവുള്ളൂ, ഇങ്ങനെ ഭാരം ഏൽപ്പിച്ചു പോകും. കുതിര ഒന്നൊരു വെയിറ്റ് ഉണ്ടാവും. ഇത് കൈതയാണ്. ഇത് കഴുതല്ലേ? കൈതാവും. ഞാൻ പറഞ്ഞില്ലേ കഴുതിയാന്ന്. കഴുതേ ജി ഓ ഹോൾസേനാ? ഇവിടുത്തെ എൽ പി സ്കൂൾ കാണിച്ചു കേട്ടോ. ഇതാണ് ഇവിടുത്തെ എൽ പി സ്കൂൾ. ഹിമാചൽ പ്രദേശ്. എങ്ങനെ എങ്ങനെ? പ്രാഥമിക് പാഠശാല നല്ല രസമുണ്ട് കാണാൻ. സ്കൂളിന്റെ ബാക്കിലുള്ള വ്യൂ നോക്കൂ. സ്കൂളിന്റെ ബാക്കിലുള്ള വ്യൂ നോക്കൂ. ആണ് സ്കൂളിൽ വേക്കുന്ന മഞ്ഞുമല കാണാം. മഞ്ഞുമല കാണാം. നമ്മളെ സ്കൂൾ മാറി എ പി സ്കൂൾ കീശ്ശേരി. നമ്മള് പഠിക്കും സ്കൂൾ. ഇതൊക്കെയാണ് സ്കൂൾ. പ്രാഥമിക പാഠശാല തുൽഗ കുല്ലു. ഇവിടുത്തെ പെരകളൊക്കെ കാണണം. ഇതൊക്കെയാണ് പെര. എന്താ രസം. ആ ഈ വഴി തന്നെ. നമ്മള് തുൽഗയിൽ നിന്ന് പുൽഗൈ പോകുന്നു. ചിക്കൻ. അങ്ങനെ നമ്മൾ കേറി പുൽഗയിൽ നിന്ന് പുൽഗയിലെത്തി. പുൽഗ കാണിച്ചു തരാം. ഗൈസ് നമ്മളെ പുൽഗന്റെ എൻട്രി. ഓ ഇതാണ് ഗൈസ് നമ്മളെ പുൽഗ വില്ലേജത്തെ സ്കൂൾ കാണിച്ചു കേട്ടോ. ഇതാണ് പുൽഗ വില്ലേജ് സ്കൂൾ. ചെക്കന്മാരെ കണ്ട് കളിക്കുന്നു. ഇതാണ് ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ. സോനബൂബി പറയൂ, എങ്ങനെയുണ്ട്? കൊള്ളാം. പുൽഗ വില്ലേജ് ഇഷ്ടപ്പെട്ടോ? പുൽഗ വില്ലേജ് ഈസ് വെരി ഡെവലപ്ഡ്. ഡിസ്ക്രൈബ് ചെയ്ത് നോക്കൂ ഈ വീടിനെ പറ്റി. ഈ വീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു വീടാണ്. വളരെ നല്ല വീടാണ്. ഈ വീടിന്റെ ബാക്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞമല കാണും. മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഫെയറി ഫോറസ്റ്റ് കാണും. ഇതിന് തൊട്ട് മുന്നിൽ തന്നെ സ്കൂളുണ്ട്. ഹായ്. അപ്പൊ ഗൈസ് നമ്മൾ കൽഗയിൽ നിന്നും പുൽഗയിൽ നിന്നും തുൽഗയിൽ നിന്നും ഇവിടെ പറഞ്ഞു. എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ നമ്മൾ ഹിമാചലിലെ വില്ലേജസ് ഒക്കെ കറങ്ങി ഇനി തിരിച്ചു പോവാണ്. പക്ഷെ തിരിച്ചു പോകാൻ തോന്നുന്നില്ല. തോന്നുന്നുണ്ടോ? ഒരു ബായ് പറഞ്ഞിട്ട് അല്ല എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇർഫാനൊക്കെ ഫാൻസ് എല്ലാ ഗ്രാമത്തിലും ഇർഫാനെ മതി. എല്ലാരും പറയും സങ്കടത്തോടെ വിട പറയുന്നു.
പുൽഗ ഡാം. ആക്ച്വലി ഡാം കൽഗേലാണ്. പക്ഷെ കൽഗേൽ അമ്പലം ഇല്ലാത്തതുകൊണ്ട് കൽഗേനെ ഒരു വില്ലേജ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിന് പുൽഗ ഡാം എന്ന് പറയും. ഗായ്സ് പുൽഗ ഡാം പോകുന്നു. തിരിച്ചു പോവാണ് ഗായ്സ്. നാട്ടിൽ പോവാണ് ഗായ്സ്. ഓക്കെ, നാട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ഓജി ട്രാവലർ തന്നെ നീ. ഇരുവരുണ്ട്, ഞാനുണ്ട്. ബൈ ബൈ ബൈ.